എന്ത് ചെയ്യാൻ പറ്റാം, മാറ്റാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ നമുക്ക് മാറ്റാം? ഞാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് മാറ്റണം എന്നുള്ള ആഗ്രഹം നമുക്ക് വേണം. മീൻസ് എനിക്ക് ഈ സ്വഭാവം മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, ഇങ്ങനെ മാറ്റിയെടുക്കുന്നത്, ഇതിനൊന്ന് മാറ്റം വരുത്തണം എന്ന ബോധം വേണം. എന്നാലേ നമ്മൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇത് മാറ്റിയെടുക്കുക എന്നുള്ളത്? അപ്പൊ മാറ്റിയെടുക്കൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുക എന്നുള്ളതായിരിക്കും നമുക്ക് ഹാർഡ് ആയിട്ടുള്ള കാര്യം, അല്ലെ? ആ സ്റ്റാർട്ടിങ് ആയിരിക്കും നമുക്ക് ഹാർഡ് ആയിട്ടുള്ള കാര്യം. അപ്പോ ഞാൻ പെന്നും നോട്ട്ബുക്കും കയ്യിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ പെന്നും നോട്ട്ബുക്കും കയ്യിൽ വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു ഇത് മാറ്റണം എന്നുള്ള ബോധം വേണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചോണ്ടേയിരിക്കുന്നത്. പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പം ചില സബ്ജക്റ്റുകളായിരിക്കും ഇങ്ങനെ പഠിക്കുന്ന, ചില സബ്ജക്റ്റിന്റെ വർക്കുകൾ ചില സബ്ജക്റ്റ് പഠിക്കുന്നത് മാത്രമായിരിക്കും, ചിലത് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചില വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളൊരു ഡെയിലി ലൈഫിൽ പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതും നോട്ട് ചെയ്യാം. ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നോട്ട് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ മാറ്റി വെക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതും നോട്ട് ചെയ്യണം. എന്നിട്ട് ശേഷം ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന കാര്യങ്ങള് അത് ഏതൊക്കെ കാര്യങ്ങളാന്ന് നോട്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് ഇത് പെട്ടെന്ന് നമ്മൾ ചെയ്ത് തീർക്കുന്നു എന്നുള്ളത് ഓരോ ടാസ്കും നമ്മളിങ്ങനെ എന്ത് ചെയ്യാം, ഓരോ ടാസ്കും നമ്മൾ വരിക്ക് ഇങ്ങനെ എഴുതിയിട്ട്, മീൻസ് നമ്മൾ ഓരോ വർക്കുകളും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് തീർക്കുന്ന വർക്കുകൾ ഏതൊക്കെയാന്ന് നമ്മൾ നമ്പർ ഇട്ട് എഴുതുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തുകൊണ്ട് നമ്മൾ അത് ചെയ്തു തീർക്കുന്നു. ചിലപ്പോൾ നമ്മളെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ടാവാം, നമുക്ക് ഉത്തരവാദിത്തം ഇത് ചെയ്തേ പറ്റൂ അതുകൊണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് അടി കിട്ടും, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തില്ലെങ്കിൽ ഇന്ന കാര്യം പഠിച്ചു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ അടുത്ത് അടി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ പാരന്റ്സ് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരെ നമുക്ക് വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പല റീസൺസ് ഉണ്ടാവും അത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും, നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതായത് അത്തരം കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കുള്ളിൽ മോട്ടിവേഷൻ തരുന്നത്, അല്ലെ? നമുക്ക് എന്തൊരു കാര്യം ചെയ്യണം നിങ്ങൾ മോട്ടിവേഷൻ വേണം, അല്ലെ? നമ്മൾ പറയാറുണ്ട് എനിക്ക് കുറച്ച് മോട്ടിവേഷൻ താ, നമുക്ക് അതൊന്ന് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ താന്ന് പറയാറുണ്ട് പലപ്പോഴും. അപ്പോ മോട്ടിവേഷൻ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. അതുകൊണ്ടേ കാര്യമുള്ളൂ. പുറമെ നിന്ന് പലരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ അതിനൊക്കെ കുറച്ച് ലിമിറ്റ് ഉണ്ട്. കുറച്ച് സമയം കൊണ്ട് എന്ത് ചെയ്യും, അതിന് ഒരു പരിധി ഉണ്ട്. ആ സമയത്തിന്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പുറമെ ഉള്ള ആളുകളുടെ അടുത്തു നിന്നുള്ള ആ മോട്ടിവേഷൻ ഫലിക്കൂല. അപ്പോ നമുക്ക് ആദ്യം വേണ്ട നമ്മളെ ഉള്ളിൽ നിന്നുള്ള മോട്ടിവേഷൻ വരണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എങ്ങനെ നമുക്ക്, അല്ലെ, നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ എങ്ങനെ ഉള്ളിൽ നിന്ന് ആ മോട്ടിവേഷൻ വരുത്താം എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോ അത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തിങ് പറഞ്ഞത് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നത് അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എന്തുകൊണ്ട് അത് പെട്ടെന്ന് ചെയ്തു തീർക്കുന്നു എന്നുള്ളതും നമ്മൾ പെന്നും ബുക്കും എടുത്ത് എഴുതി തന്നെ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിലേ വരുത്തുന്നത്. ആ ഡിലേ വരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുക. ദെൻ എന്തുകൊണ്ട് അത് നോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രാവിലെ എന്നും 5 മണിക്ക് എണീക്കണം എന്നുള്ളതാണ് നമ്മളൊരു ടാസ്ക്. പക്ഷെ അത് ചെയ്യാന്നുള്ളത് രാവിലെ എണീക്കുന്ന സമയത്ത് ഒന്നും വേണ്ട, നമുക്ക് നാളെ തുടങ്ങാം, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് നാളെ എത്തുമ്പോൾ പക്ഷെ ഇന്ന് വേണ്ട, നമുക്ക് മറ്റന്നാളെ തുടങ്ങാം. മീൻസ് അങ്ങനെ നമ്മളിങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോ എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, ലാസ്റ്റ് മൊമെന്റ് റിഗ്രറ്റ് ആയിരിക്കും. ഷോ ഇന്നും എണീക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്നും എണീച്ചില്ല. ആ സമയത്ത് നമുക്ക് ആ ബോധമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ അത് നേരത്തെ ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അത് അന്നേ ചെയ്താൽ മതിയായിരുന്നു, അപ്പൊ അത് തോന്നിയില്ല. എന്നിട്ട് നമ്മൾ റിഗ്രറ്റ് അടിക്കും. റിഗ്രറ്റ് അടിക്കുമ്പോൾ നമ്മളെ എനർജി വീണ്ടും ഡൗൺ ആയി പോവാണ് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യം
ഡൗൺ ആയി പോവാന്ന് പറയുമ്പോൾ ആ കാര്യം ചെയ്യാനുള്ള മോട്ടിവേഷൻ പിന്നെയും കുറയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നിവർത്തില്ലാണ്ട് ഒരു ചെയ്യലായിരിക്കും. ആ ചെയ്യുന്നത് ആ കാര്യം എന്താണോ ചെയ്യുന്നതിൽ അതിൽ പെർഫെക്റ്റ് ആവുകയില്ല. പോരാത്തതിന് അത് കുറെ സ്ട്രെസ് നമ്മളിൽ ഉണ്ടാക്കുകയും ചെയ്യും. മീൻസ് അത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാ. മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പോൾ ഫസ്റ്റ് തിങ്സ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഇത് ഉണ്ടാവും, മീൻസ് എന്തുകൊണ്ടാണ് നമ്മൾ ഡിലേ വരുത്തുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ചില പഠിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ആ സബ്ജക്ട് ടഫാണ്, അപ്പോൾ പഠിക്കാൻ എനിക്ക് കുറച്ച് ടഫാണ് എന്നുള്ളൊരു ചെറിയൊരു തോട്ട് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ പിന്നെ പിന്നെ മാറ്റി വെക്കും. അപ്പോൾ ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിനിന്റെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ബ്രെയിനാണ്. മീൻസ് ബ്രെയിനിന്റെ ഒരു അവസ്ഥയാണ്. നമ്മൾ എപ്പോഴും സേഫ് ആയിട്ടിരിക്കാനാണ് നമ്മളെ ബ്രെയിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. മീൻസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ സേഫ് ആക്കിയിട്ട് നിർത്തണം. അപ്പോ നമുക്ക് എന്തെങ്കിലും ടെൻഷന്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് വേഗം ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ബ്രെയിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോ പഠിക്കുക എന്നുള്ളതും ഫോണിൽ കളിക്കുക എന്നുള്ളത് 2 ടാസ്ക് ആണ് നമുക്ക് മുന്നിലുള്ളത്. അതില് പഠിക്കുക എന്നുള്ളത് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള തിങ്ങാണ്, കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് കുറച്ചൊരു പണിയുള്ള കാര്യമാണ് എന്ന് ബ്രെയിന് തോന്നിയിട്ടുണ്ടെങ്കിൽ വേഗം ഫോൺ എടുക്കുകയാണ് അവിടെ ചെയ്യുക. കാരണം ഫോൺ എടുക്കുക എന്നുള്ളത് നമുക്ക് കുറച്ച് ഈസി തിങ്ങാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ബ്രെയിന് നമ്മളെ എപ്പോഴും ആ ഒരു ഇമോഷണൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോ നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും, നമ്മളെ ആ ഫോൺ എടുക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും. പഠിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ആ ഫോൺ എടുക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും. അതേപോലെ തന്നെയാണ് ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് സ്റ്റാർട്ടിങ് ആയിരിക്കും ട്രബിൾ. അത് തുടങ്ങി കിട്ടുക എന്നുള്ളതായിരിക്കും നമുക്ക് ഭയങ്കര പണിയുള്ള കാര്യം. ആ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ എന്ത് ചെയ്യും, ആ തുടങ്ങുക എന്നുള്ളത് ഭയങ്കര റെസിസ്റ്റൻസ് ആയിരിക്കും ആ തുടക്കത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്രെയിന് നമ്മളെ അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യം അപ്പൊ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം എന്നുള്ളതിലേക്ക് അപ്പൊ തുടങ്ങാതിരിക്കും. ആ തുടങ്ങുന്ന സമയത്ത് നമുക്കുള്ള ഒരു റെസിസ്റ്റൻസും ഇമോഷണൽ നമ്മുടെ ഉള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നും നമ്മളെ ബ്രെയിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അപ്പൊ എന്ത് ചെയ്യും, ഇത് കുറച്ച് കഴിഞ്ഞിട്ടാവാം എന്നുള്ള തോട്ട് നമ്മളിലേക്ക് തരും. ഇതാണ് ആക്ച്വലി അവിടെ നടക്കുന്നത്. അപ്പോ ഇത് ബ്രെയിനിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ച കുറെ കാലം നമ്മൾ എങ്ങനെ ഈ ഒരു പ്രോസസ്സ് തുടർന്ന് നമ്മളെ ബ്രെയിൻ അതിൽ ട്രെയിൻഡ് ആയി. പിന്നെ നമ്മൾ എങ്ങനെ നമ്മൾ ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചാലും അത് നടക്കൂല. അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഈ കാര്യം ഇന്ന് എന്തായാലും കംപ്ലീറ്റ് ആക്കണം എന്ന് വല്ലാണ്ട് ആഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷെ ഒന്നും നടക്കൂല. എന്നിട്ട് ലാസ്റ്റ് മൊമെന്റ് വീണ്ടും റിഗ്രറ്റ് അടിക്കാൻ തുടങ്ങുന്നുള്ള. അപ്പോ നമ്മൾ എന്തുകൊണ്ട് ഇത് ഡിലേ വരുത്തുന്നു എന്നുള്ള കാര്യം നോട്ട് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ഒരുവിധം ആ കാര്യങ്ങൾ എന്താണോ അത് ഫിക്സ് ആക്കിയാൽ തന്നെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കിട്ടും. ഇപ്പൊ ചില സബ്ജക്റ്റുകളാണ് നമുക്ക് ടഫ് ഉണ്ടെങ്കിൽ, അപ്പോ പാരന്റ്സ് ആണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികള് ഭയങ്കര മടിയാണെന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇത് മനസ്സിലാക്കുക, എന്തുകൊണ്ട് അവരിങ്ങനെ ഡിലേ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. മീൻസ് അല്ലാണ്ട് അവരെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ആ പ്രോസസ്സ് തുടരാനേ അവരെ എന്ത് ചെയ്യുള്ളൂ, പ്രേരിപ്പിക്കുള്ളൂ. നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് മടിയാണ് ആ മടി കൂടാനുള്ള സാഹചര്യങ്ങളെ അവിടെ നടക്കുള്ളൂ. പാരന്റ്സിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബഡഡ് കമാൻഡ്സ് ഒറ്റ വാക്ക് മതി മക്കൾക്ക് ഉള്ളില് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാംഡ് ആയിട്ട് കയറാൻ. നിങ്ങൾ നല്ലത് പറയുമ്പോൾ നല്ലത് കയറും, ചീത്തതാണ് പറയുന്നുണ്ടെങ്കിൽ ആ ചീത്തത് കയറും. അപ്പോ നമ്മൾ മക്കൾ നന്നാവാനായിരിക്കും പറയുന്നുണ്ടാവുക, പക്ഷേ അവിടെ എന്തുണ്ട്, നമ്മുടെ വാക്കുകളിൽ അത്രത്തോളം പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാ പാരന്റ്സിന്. അപ്പോ എന്തുകൊണ്ട് ഡിലേ വരുത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ചില സബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതില് ചിലപ്പോ ചില ടീച്ചറോടുള്ള ദേഷ്യം എന്താവാം ആ സബ്ജക്റ്റ് പഠിക്കാനുള്ള ദേഷ്യമായിട്ട് മാറും. അപ്പോ ആ ടീച്ചറോടുള്ള ദേഷ്യം, അപ്പൊ എന്തുകൊണ്ട് ആ ടീച്ചറോട് ദേഷ്യം വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അത് അവിടെ ഫിക്സ് ആക്കാൻ നോക്കാം. അല്ലെങ്കിൽ ചില സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ടഫാണ് എന്നുള്ളൊരു ഫീല്, ആ ഫീൽ എന്ത് ചെയ്യും, കുട്ടികളെ ആ പഠിക്കാനുള്ളതിന്റെ ഒരു ഇതെന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് കുറക്കും. അപ്പോ അത് എങ്ങനെ ഈസി ആക്കാം എന്നുള്ള മെത്തേഡ് നോക്കാം. അതാണ് അവിടെ നോക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ചില സബ്ജക്ട് ഭയങ്കര ടഫാണെന്നുള്ളത് നമ്മളെ മൈൻഡില് ആ ടഫാണ് എന്ന് തോന്നുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ നമ്മൾ മീൻസ് ബ്രെയിനിന് അതാ കൊടുത്തിട്ടുണ്ട്, ഈ സബ്ജക്ട് പഠിക്കാൻ ഭയങ്കര ടഫാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ബ്രെയിനിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ബ്രെയിന് വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ബുക്ക് തുറക്കുമ്പോൾ ഇത് പഠിക്കാൻ ഭയങ്കര ടഫാണെന്നുള്ള അല്ലെങ്കിൽ ഇത് ഭയങ്കര പണിയാന്നുള്ളൊരു
ബോധത്തിൽ ഇരുന്നിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും അത് തലയിൽ കയറില്ല, മനസ്സിലാവില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഈ സബ്ജക്ട് എനിക്ക് ഈസി ആയിട്ട് പഠിക്കാൻ കഴിയും എന്ന് നമ്മൾ പറഞ്ഞ് ബ്രെയിനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവിടെ പഠിപ്പിച്ചു കൊടുക്കണം ബ്രെയിനിന്. എന്ത് ഇത് എനിക്ക് പഠിക്കാൻ കഴിയും, ഇത് എനിക്ക് ഭയങ്കര ഈസിയാണ്, ഈസി ആയിട്ട് ഇത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് പഠിക്കുന്നു. അങ്ങനെ തന്നെ സെൽഫ് ടോക്ക് നടത്താം. ഇതെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇതേ സെൽഫ് ടോക്ക് പാരന്റ്സിനും നടത്താം. മീൻസ് പാരന്റ്സ് എന്ത് ചെയ്യാ? കുട്ടികളോട് പറയും എന്നെ കൊണ്ട് പറ്റും, കഴിയും, ഇത് ഈസിയാണ്, എനിക്കൊക്കെ ഇത് സിമ്പിൾ ആണെന്നുള്ള രൂപത്തിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെങ്ങനെ, അവർക്ക് ടഫ് ആയിരിക്കാം, പക്ഷെ എന്ത് ചെയ്യാം? ഇത് പറഞ്ഞ് പഠിക്കുന്ന മീൻസ് പറയുന്നതിനനുസരിച്ച് പാരന്റ്സും ടീച്ചേഴ്സും ജസ്റ്റ് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയാവും, കുട്ടികൾക്കുള്ളിൽ അത് കമാൻഡ് ആയിട്ട് കയറി അവർക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും, റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും, മീൻസ് അവരുടെ വാക്കുകൾ കൊണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ സെൽഫ് ടോക്ക് ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. അപ്പൊ എന്തൊക്കെ പ്രശ്നം മീൻസ് എന്തുകൊണ്ട് മാറ്റി വെക്കുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ദെൻ അടുത്തത് ആ ടാസ്ക് നമ്മൾ എന്ത് ടാസ്ക് ആണോ ചെയ്യുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എന്നുള്ളത്. പലപ്പോഴും നമുക്ക് അതത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാവില്ല, അതുകൊണ്ട് തന്നെയാണ് അത് നമ്മൾ മാറ്റി വെക്കുക. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യും. ഇപ്പൊ പഠിക്കാനുള്ളത് നമ്മൾ മാറ്റി വെച്ച് ലാസ്റ്റ് എക്സാമിന്റെ തലേന്ന് നമ്മൾ എന്തായാലും പഠിക്കും. അതെന്തുകൊണ്ടാ എന്തായാലും പഠിക്കുന്നത്? അവിടെ നമുക്ക് പഠിക്കല് അന്ന് അത്രയും ഇമ്പോർട്ടന്റ് ആണ് അവിടെ പഠിക്കുക എന്നുള്ളത്. എന്നാലേ നാളെ എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ അതിന്റെ മുന്നേ വരെ അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് അത് വീണ്ടും മാറ്റി വെച്ചത്. അപ്പൊ ആ ടാസ്ക് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന്, അത് ചെയ്ത് തീർത്താൽ കിട്ടുന്ന ബെനഫിറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ എഴുതി വെക്കാം. മീൻസ് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും മീൻസ് എന്ത് ചെറിയ ടാസ്ക് ആയിക്കോട്ടെ നമ്മൾ മാറ്റി വെക്കുന്നത്, അതുകൊണ്ട് കിട്ടുന്ന ബെനഫിറ്റ്സ് എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് മാറ്റണം എന്നുള്ള തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കുത്തിയിരുന്ന് എഴുതും. ഇല്ലെങ്കിൽ എന്ത് ചെയ്തു? ഈ എഴുതാനും നമ്മൾ മടി കാണിക്കും. അതാണ്ടാവും. അത് വേണ്ടത് ഇന്ന് ചെയ്യണ്ട. ഞാൻ ഇപ്പൊ പറയുന്ന സമയത്ത് ഈ സമയത്ത് തന്നെ നോട്ടും പെന്നും എടുത്തിട്ട് അത് നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് നോക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് നാളെ നോക്കാം, അല്ലെങ്കിൽ അത് പിന്നെ ചെയ്യാം, അത് ഫ്രീ ആവുമ്പോ ഇരുന്ന് ചെയ്യാം എന്നുള്ളതിലേക്ക് നമ്മളെ മൈൻഡ് കൊണ്ടുപോകും. മീൻസ് അതെന്തുകൊണ്ടാ? നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളത്. അതാ പറഞ്ഞത്, നമ്മളുള്ളിൽ ആ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കണം. ഇത് എന്തുകൊണ്ട്, ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുക. യെസ്. അപ്പോ ഇപ്പോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ നിമിഷം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഗ്രോത്തിലേക്ക്, നമ്മുടെ സക്സസിലേക്ക് നമുക്ക് വേഗത്തിൽ എത്താൻ പറ്റും. മീൻസ് നമ്മുടെ ഗോൾസ്, നമ്മളെ ഡ്രീംസ്, നമുക്ക് ഒരുപാട് ഡ്രീംസ് അച്ചീവ് ചെയ്യാനെന്ന് ആഗ്രഹം ഉണ്ടാവും, ഒരുപാട് ഗോൾസ് ഉണ്ടാവും, അതിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അതിലേക്ക് ഡിലേ വരുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ സക്സസും ഗ്രോത്ത് ഒക്കെ ലൈഫിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ ഈ ടാസ്കുകൾ കൃത്യമായിട്ട് ചെയ്തിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ വർക്ക് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് കാര്യം, ടാസ്കിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എന്നുള്ളത്. ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ടാസ്ക് ചെയ്താൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എഴുതാം. മിനിമം ഒരു 10 ബെനിഫിറ്റ് എങ്കിലും എഴുതാം. അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് പഠിക്കുന്ന സമയത്ത് അല്ലെ, ഈ പഠിച്ചാൽ എന്തിട്ടും? ടീച്ചർ അടുത്ത് പോയി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചീത്ത കേൾക്കാതെ രക്ഷപ്പെടാം. അത് മാത്രല്ല അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല്, നമ്മൾ ഇപ്പൊ 8ാം ക്ലാസ്സിലാണ് ഒരു സ്റ്റുഡന്റ് എന്നുണ്ടെങ്കിൽ നോക്കാം, ഇപ്പൊ പഠിച്ചത് നമുക്ക് ഭാവിയിൽ എന്താവണം എന്നുള്ളതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഭാവിയിൽ ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ ആവണം, അങ്ങനെ നമ്മൾക്ക് പല പല ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ. നമുക്ക് അത് നേടണം, ഇത് നേടണം, അങ്ങനെ ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പല പല ഡ്രീംസും ഗോൾസും ഒക്കെ ഉണ്ടാവും, നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അതിലേക്കൊക്കെ നമ്മൾ ഇപ്പൊ വെക്കുന്ന ഓരോ സ്റ്റെപ്പും എന്തുണ്ട്? അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഗോൾസും ഡ്രീമും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് അന്നല്ലേ അപ്പൊ നോക്കാം എന്നായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അന്നല്ല, ഇപ്പൊ തുടങ്ങിയാലേ അപ്പോഴേക്ക് നമുക്ക് അത് ഈസി ആവുള്ളൂ. ഇല്ലെങ്കിൽ ആ ലാസ്റ്റ് മൊമെന്റിൽ, ഇപ്പൊ ടെൻത്തില് ഫുൾ പ്ലസ് വാങ്ങണം, അല്ലെങ്കിൽ പാസ് ആവണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതിപ്പോ എക്സാം ആവുമ്പോഴല്ലേ, അപ്പൊ നോക്കാം, അല്ലെങ്കിൽ മീൻസ് അതായിരിക്കും നമ്മൾ നോക്കുക. പക്ഷെ ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 8ാം ക്ലാസ്സിലാണ് ഒരു സ്റ്റുഡന്റ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ പഠിച്ച് ആ ബ്രെയിനിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 9ൽ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്, 10ൽ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മളെ ബ്രെയിനിന്റെ ആക്ടിവേറ്റ് ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ പഠിച്ച് എല്ലാ ഭാഗം ഒന്നും വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും പഠിക്കുക എന്നുള്ളത് നമ്മളെ ബ്രെയിനിന് ഒരു ഈസി പ്രോസസ് ആയിട്ട് മാറും. പഠിക്കുക എന്നുള്ളത് എത്രത്തോളം ബ്രെയിന് ടഫ് ആയിട്ടുള്ള പ്രോസസ് ആവുന്നോ അത്രത്തോളം കാലം നമ്മൾ അതിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് എഴുതുന്ന സമയത്ത്
ഇപ്പൊ ഉള്ള ഇമ്പോർട്ടൻസ് ഇല്ല, ഭാവിയിൽ നമുക്ക് ഇതുകൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ എക്സാമിന് പഠിച്ചാൽ ഇത്ര മാർക്ക് കിട്ടിയാൽ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് ചീത്ത കേൾക്കാതെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് ചീത്ത കേൾക്കാതെ രക്ഷപ്പെടാം. അതല്ല വേണ്ടത്. ഇതുവഴി നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് നമ്മുടെ ഭാവിയിൽ നമ്മൾ എന്താവണം എന്ന് ആഗ്രഹിക്കുന്ന അതിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോ ബെനിഫിറ്റ്സ് മിനിമം ഒരു 10 ബെനിഫിറ്റെങ്കിലും എഴുതാൻ വേണ്ടി നോക്കാം. ഇത് ചെയ്താൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെ, ഇതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം എന്താ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പൊ നമ്മൾ അതും ഇതേപോലെ ഓരോന്ന് എടുത്തെഴുതുക. അത് കുറച്ച് സമയം ഇരുന്നിട്ട് തന്നെ വർക്ക് ചെയ്യണം അതില്. അപ്പൊ ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ കിട്ടും മീൻസ്, ഇപ്പൊ ഞാൻ ഈ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ എക്സാമിന്റെ തലേന്ന് എന്ത് ചെയ്യണം, ഞാൻ ഇതെല്ലാം കൂടി പഠിക്കണം. എക്സാമിന്റെ തലേന്ന് എല്ലാം കൂടി പഠിക്കുന്ന സമയത്ത് എന്റെ ഉറക്കം പോവും, ഭയങ്കര സ്ട്രെസ്ഡ് ആവും. അത് എന്റെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യും. ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യുമ്പോൾ ശരീരത്തിൽ നീർക്കെട്ടുകളും പെയിനും കാര്യങ്ങൾ ഉണ്ടാവും, തലവേദന കാര്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും, അസുഖങ്ങൾ ഉണ്ടാവും, എന്ത് ചെയ്യും, ടെൻഷന് കാര്യങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ പഠിച്ചത് പെട്ടെന്ന് തലയിൽ കയറൂല. പഠിച്ചത് പെട്ടെന്ന് തലയിൽ കയറിയിട്ടില്ലെങ്കിൽ കുറെ സമയം ഒരു കാര്യം പഠിക്കാൻ എന്ത് ചെയ്യും, എടുക്കേണ്ടി വരും. ഇത് എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഓർമ്മിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഇതെന്ത് ചെയ്യും, എക്സാം ചിലപ്പോൾ നമുക്ക് തോൽക്കാം, അല്ലെങ്കിൽ മാർക്ക് കുറയാം. ഈ എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കോഴ്സ് ചിലപ്പോൾ എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ആഗ്രഹിച്ച കോഴ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഡ്രീം ഉണ്ടാവും, അല്ലെ, ഇന്നതാവണം എന്നുള്ള, അതിലേക്ക് ചിലപ്പോൾ എത്തൂല. ലാസ്റ്റ് നമ്മൾ ഈ മടിയും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടേക്കാണോ കൊണ്ടെത്തിക്കണത് അതിലേക്ക് പോകും. നമ്മൾ ആഗ്രഹിച്ചിടത്തേക്ക് നമ്മൾ പോകുന്നതിന് പകരം നമ്മളെ എവിടേക്കാണോ നമ്മളെ മൈൻഡ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അവിടേക്ക് നമ്മൾ ഇങ്ങനെ പോകേണ്ടി വരും. ഒഴുക്കിനൊത്ത് ഇങ്ങനെ പോവേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട കോഴ്സ് ആയിരിക്കില്ല തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റൂല. അപ്പൊ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു ജോലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ജോലി ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇഷ്ടപ്പെടാത്ത ജോലിയാണെന്നുണ്ടെങ്കിൽ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടി വരും, ഇഷ്ടപ്പെട്ട് പണിയെടുക്കാൻ പറ്റൂല. അങ്ങനെ നമ്മൾ ഭാവിയിൽ കിട്ടുന്ന ബെനിഫിറ്റും അതേപോലെ ഭാവിയിൽ നമുക്ക് അത് കൊണ്ടുണ്ടാവുന്ന ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്നുള്ള അതും എഴുതി വെക്കുക എന്നുള്ള. എഴുതുക എന്ന് പറഞ്ഞാൽ എഴുതി തന്നെ വേണം ഈ കാര്യങ്ങൾ എന്നുള്ളത്. ഫസ്റ്റ് എന്താ പറഞ്ഞത്, അല്ലെ, എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ഇങ്ങനെ മീൻസ് നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക, ഡെയിലി തിങ്സ്. ദെൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നു എന്ന് എഴുതാം. എന്തുകൊണ്ട് പെട്ടെന്ന് ചെയ്തു തീർക്കുന്നു എന്ന കാര്യവും എഴുതാം. ദെൻ മറ്റേത് എന്തുകൊണ്ട് ഡിലേ ആക്കുന്നു എന്ന കാര്യവും എഴുതാം. ദെൻ അതിന് എന്ത് ചെയ്യാ, എന്തുകൊണ്ട് ഡിലേ ആക്കുന്നു എന്നുള്ള ആ പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളുടെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ സെൽഫ് ടോക്ക്, ഇത് എനിക്ക് പഠിക്കാൻ ടഫാണ്, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ തന്നെ സെൽഫ് ടോക്ക് മാറ്റി കൊടുക്കാം. ഇത് എനിക്ക് ഭയങ്കര ഈസിയാണ് എന്നുള്ള രൂപത്തിൽ നമ്മൾ പറഞ്ഞ് ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത്. ദെൻ അതുകൊണ്ട് അത് ചെയ്ത് മീൻസ് ഞാൻ പറഞ്ഞു, ഏതൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഉള്ളിൽ നിന്നൊരു മോട്ടിവേഷൻ കിട്ടണം. ഇത് എനിക്ക് ചെയ്യണം എന്നുള്ള ആ മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ആ ഉള്ളിൽ നിന്ന് വരാനുള്ള ഒരു പ്രോസസ്സാണ് ആ ടാസ്കിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ ടാസ്കിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് ചെയ്ത് തീർത്താൽ കിട്ടുന്ന ബെനിഫിറ്റ്സ്, അത് ഭാവിയിൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സും കൂടി, ഇപ്പൊ മാത്രമല്ല ഭാവിയിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് അതുകൊണ്ട് ഉണ്ടാവും എന്നുള്ളത് നോട്ട് ചെയ്യാം. ദെൻ അതേപോലെ തന്നെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അത് ഭാവിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ള തരത്തിൽ അതും കൂടി എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻസ് കാര്യങ്ങള് നമുക്ക് ആ ഒരു കാര്യം തുടങ്ങാൻ എന്തൊക്കെ ഇതാണോ മടിയാണോ വരുന്നത് അതൊക്കെ മാറ്റാൻ നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്യും ഈ കാര്യങ്ങൾ. ഇതിലൊരു ബോധം വരുമ്പോൾ, ഒരു അവയർനെസ് വരുന്ന സമയത്ത് തന്നെ ഇതുകൊണ്ട് ഇതിൽ മീൻസ് എന്തിനാ ചെയ്യുന്ന ആ ഒരു കാര്യം, എന്തിനാ ചെയ്യുന്നേ, ഇതുകൊണ്ട് എന്താ കിട്ടുന്നേ എന്നുള്ളൊരു ബോധം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് മാറ്റി വെച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അതുകൊണ്ട് ഇത് എനിക്ക് അത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണെന്നാണ് നമ്മൾ ഒരിക്കലും മാറ്റി വെക്കൂല. നമ്മൾ പെട്ടെന്ന് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകും. മീൻസ് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പൊ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ ബുക്ക് എടുക്കാൻ പോകുന്ന സമയത്താണ് ആ പോകുന്ന വഴിയിലാണ് ഫോൺ കണ്ടത്. അപ്പം മെല്ലെ ഫോണൊന്ന് എടുത്തു നോക്കുന്നു, ആ ഫോണിലേക്ക് പോകുന്നു. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് ആ ഫോണൊന്ന് തുറന്ന് ഒന്ന് നോക്കും. അങ്ങനെ 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 വഴി മാറി പിന്നെ ആ വഴിക്ക് അങ്ങ് പോകും.
പഠിക്കാൻ വന്നതേന്ന് പഠിക്കാൻ പോയതേന്നുള്ള ഓർമ്മ പോലും ഉണ്ടാവില്ല. അപ്പൊ ഡിസ്ട്രാക്ഷൻസ് എന്താണ്, അത് നമുക്ക് ആ ചെയ്യാനുള്ള ആ ഒരു കാര്യം ചെയ്യാനുള്ള ത്വര കുറക്കും. അപ്പോ അതിന് ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക. അത് മാറ്റാനുള്ള കാര്യം. അപ്പൊ മിക്കവാറും ആളുകൾക്ക് ഡിസ്ട്രാക്ഷൻ എന്നുള്ളത് ഫോണായിരിക്കും. നമുക്ക് എന്ത് കാര്യം ചെയ്യുന്നതിനുള്ള ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോ ഫോൺ എങ്ങനെ മാറ്റാൻ പറ്റും? അതായത് ഫോൺ നമ്മൾ കാണുന്ന സ്ഥലത്ത് മാറ്റുക. മീൻസ് നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെക്കാണ്ടിരിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയാസ് കാര്യങ്ങൾക്കൊക്കെ ഒരു ലോക്ക് ഇട്ട് വെക്കാം. നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യാം. ഈ നോട്ടിഫിക്കേഷൻസ് സൗണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ തുറക്കാനുള്ള ഒരു ത്വര കൂടും. അപ്പോ ആ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റഗ്രാം, ഇപ്പൊ ഇതൊന്നും ഇല്ല, കംപ്ലീറ്റ് ഒഴിവാക്കണം എന്ന് ഒരിക്കലും പറയില്ല. കാരണം ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാം. വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഇതൊക്കെ യൂസ് ചെയ്യണം, ഇതൊന്നും യൂസ് ചെയ്യണമെന്നല്ല. പക്ഷെ അത് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യണം. യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യണം, പക്ഷെ അത് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യണം. അനാവശ്യമായിട്ട് നമുക്ക് നമ്മുടെ ഗ്രോത്തിനെയും സക്സസിനെയും ഒക്കെ ബ്ലോക്ക് ആക്കുന്ന രൂപത്തിലല്ല അത് യൂസ് ചെയ്യേണ്ടത്. അത് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പൊ അതിനൊന്നുകിൽ ഇപ്പൊ നമ്മൾ ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ അറിയാലോ. അപ്പൊ എന്താ ചെയ്യാം, ചിലപ്പോൾ പാരന്റ്സിനോടൊന്ന് പറയാം, ഇതൊന്ന് ലോക്ക് ഇട്ട് വെക്കാൻ പറയാം. എന്നിട്ട് അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം തുറന്നാൽ മതി എന്ന് നമ്മൾ തന്നെ ഒന്ന് പറയാം. മീൻസ് അപ്പൊ അല്ലാത്ത സമയത്ത് തിരക്കൂടിയാൽ നിങ്ങൾ തുറന്ന് എന്താന്ന് ഓരോടൊന്ന് പറഞ്ഞു കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ ഫസ്റ്റ് തിങ് ഓർമ്മ വേണം, നമുക്ക് തന്നെ ഇത് മാറ്റണം എന്നുള്ള ബോധം വേണം. അങ്ങനത്തെ ഇത് പറയുള്ളൂ. യെസ്. അപ്പോ ദെൻ ഫോണിന് പിന്നെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ ഈ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള ആപ്പുകൾ എന്ത് ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്യാം യൂസ് ചെയ്തിട്ട്. എന്നിട്ട് വീണ്ടും യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് പണിയുള്ള കാര്യമാണല്ലോ, ഓരോ സമയം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഇങ്ങനെ ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യണം. കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ നമ്മളെ ബ്രെയിനിന് എന്ത് ചെയ്യും, സ്വമേധയാ ഇതൊരു ടഫ് പ്രോസസ്സാന്നുള്ളൊരു ബ്രെയിനിലേക്ക് കയറും. ദെൻ നമ്മളെ യൂസ് കുറയും, താനെ നമുക്കത് എടുക്കാനുള്ള ആ ഒരു ത്വര കുറയും. മീൻസ് അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഫോണിനോടുള്ള ആ യൂസും കാര്യങ്ങളും കുറയും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ഫോണിന്റെ യൂസ് അല്ലെങ്കിൽ എന്താണോ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, ചിലർക്ക് ഫോൺ തന്നെ ആയിക്കോളണമെന്നില്ല ഡിസ്ട്രാക്ഷൻസ് എന്നുള്ളത്. അപ്പൊ എന്താണോ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, ആ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് എങ്ങനെ ഒഴിവാക്കാം. മോസ്റ്റ് ഓഫ് ദ കേസ് ഫോൺ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഫോണിന്റെ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ ആ ഫോൺ ആണെന്നുണ്ടെങ്കിൽ ആ ഫോൺ എങ്ങനെയൊക്കെ മാറ്റാം. ഇപ്പൊ ചില ആളുകൾക്ക് ഫോണിലായിരിക്കും എന്തുണ്ടാവുക, PDF-ഉം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ പിന്നെ ഫോൺ മാറ്റി വെക്കാൻ പറ്റൂലല്ലോ എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ കേസിലാണ് ഞാൻ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക, ബാക്കിയുള്ള ആപ്പുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ലോക്ക് ഇട്ട് വെച്ചോ ഒന്ന് നോക്കാന്നുള്ളത്. അപ്പൊ ഡിസ്ട്രാക്ഷൻസ് കാര്യങ്ങൾ ഒഴിവാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനുള്ള ആ ഒരു ത്വര വരും എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം 2 മിനിറ്റ് മൈക്രോ ആക്ഷൻസ് എന്ന് പറയും. 2 മിനിറ്റ് മൈക്രോ ആക്ഷൻ, നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് അതിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാം. 2 മിനിറ്റ് വേണം നമ്മളെ ബ്രെയിനിന് അത് റെസിസ്റ്റ് ചെയ്യാൻ. മീൻസ് ഇപ്പൊ രാവിലെ അലാറം അടിച്ചേക്ക് എണീക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ അലാറം അടിച്ചേക്ക് ഇന്നിപ്പോ കുറച്ച് നല്ല തണുപ്പാണ് അല്ലെ, പൊതിച്ചുമൂടി കുറച്ച് സമയം കൂടി ഉറങ്ങാം എന്നുള്ള ഒരു തോട്ട് ചിന്തിക്കാൻ 2 മിനിറ്റ് എടുക്കണം. അതിന്റെ മുന്നേ ആ അലാറം അടിച്ച് ഓൺ ദ സ്പോട്ടിൽ എണീക്കാം. മീൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം, എണീക്കുക എന്നുള്ള പ്രോസസ് എങ്കിലും അവിടെ ചെയ്യാന്നുള്ളതാണ്. ആ ബെഡിൽ നിന്ന് എണീച്ചിരിക്കുക എന്നുള്ള ഒരു പ്രോസസ് എങ്കിലും അവിടെ ചെയ്യാം. മീൻസ് ആ ഒരു 2 മിനിറ്റ് മൈക്രോ ആക്ഷൻ ചെറിയ സ്റ്റെപ്പ് എങ്കിലും എടുക്കും. അപ്പൊ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യാം, ഒന്ന് പെട്ടെന്ന് ആ ആഗ്രഹം വരുന്ന ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യാം, വേഗം ബുക്ക് എടുത്ത് മറിക്കെങ്കിലും ചെയ്യാം. മീൻസ് ബുക്ക് എടുക്കെങ്കിലും ചെയ്യാം. മീൻസ് അല്ലെങ്കിൽ ബുക്ക് എടുത്തൊന്ന് ഓപ്പൺ ആക്കി വെക്കെങ്കിലും ചെയ്യാന്നുള്ളതാണ്. മീൻസ് ആ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാ കാര്യത്തിനും ഒരു 3 ദിവസമെങ്കിലും അടുപ്പിച്ച് ഇതേപോലെ 2 മിനിറ്റ് മൈക്രോ ആക്ഷൻസ്, എന്തൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഓൺ ദ സ്പോട്ടിൽ ആ 2 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ആ കാര്യം നമ്മൾ പെട്ടെന്ന് അതിന് വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമ്മളെ ബ്രെയിനിനുള്ള റെസിസ്റ്റൻസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള റെസിസ്റ്റൻസ് കാര്യങ്ങൾ പെട്ടെന്ന് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് അത് 2 മിനിറ്റ് കൊണ്ട്, ഇപ്പൊ പഠിക്കാനുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പഠിക്കാനുണ്ട് എന്നുള്ളൊരു ബോധമായിരിക്കും. മീൻസ് ആ ഒരു ടെൻഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യും, അതിൽ തുടങ്ങാനുള്ള നമുക്കൊരു നമുക്ക് തുടങ്ങി കിട്ടുക എന്നുള്ളതാണ് പണി. അപ്പൊ തുടങ്ങാനുള്ളൊരു നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം. അപ്പൊ പഠിക്കാനുള്ളത് നമ്മളൊരു ടൈം ബ്ലോക്ക് സെറ്റ് ചെയ്യാം. അതായത് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഞാൻ പഠിക്കും, അല്ലെങ്കിൽ ഇത്ര പേജ് ഞാൻ പഠിക്കും. ഒരു
ഒരു 5 പേജ് അല്ലെങ്കിൽ ഒരു 2 പേജ് ഞാൻ വായിക്കാം. അങ്ങനെ ചെറിയ ആക്ഷൻമ തുടങ്ങുക. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഞാൻ വായിക്കും എന്നുള്ള, അല്ലെങ്കിൽ 10 മിനിറ്റ് പഠിക്കാം എന്നുള്ള രൂപത്തിൽ ചെറിയ ചെറിയ ആക്ഷൻസ് എന്ത് ചെയ്യാം, കൊടുക്കാം. ഇപ്പോ നമ്മള് സബ്ജക്റ്റ് കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാം. യെസ്, ഇത്ര പേജ് പഠിക്കാം, എന്നിട്ടൊരു 10 മിനിറ്റ് പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്യാം. ദെൻ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നമുക്ക് ഇത് പറയുന്നുണ്ട്, ഒരു ടൈം മാനേജ്മെന്റിൽ നമ്മളൊരു ഇത് പറയുന്ന ഒരു കാര്യം പൊമഡോറോ ടെക്നിക് എന്നുള്ളത്. 20 to 25 മിനിറ്റ് നമ്മൾ പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ആ ബ്രേക്ക് എടുക്കുന്ന സമയത്തിൽ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള വാക്കിങ്ങോ മീൻസ് അത്തരത്തിലുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. വീണ്ടും നമ്മൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് പഠിക്കാന്നുള്ളത്. അപ്പൊ അതുപോലെ 2 മിനിറ്റ് ഈ മൈക്രോ ആക്ഷൻസ് തുടങ്ങുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇത്ര കാര്യങ്ങൾ ഇത്ര പഠിക്കാം, ഇത്ര സമയം കൊണ്ട് ഇത്ര പഠിച്ചാൽ മതി. മൈൻഡിന് ഒരു ക്ലാരിറ്റി കൊടുക്കാം. പലപ്പോഴും മൈൻഡിന് ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമുക്ക് ആ കാര്യം ചെയ്യാനും അത് നീട്ടി വെക്കാനും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻസ് അത് ചെയ്യാതിരിക്കാനും ഇതിങ്ങനെ നീട്ടി വെക്കാനും. അപ്പൊ മൈൻഡിന് കറക്റ്റ് ക്ലാരിറ്റി കിട്ടാനാണ് ഇത് ഞാൻ ഇരുന്ന് എഴുതണം എന്ന് പറയാനുള്ള റീസൺ. ഓരോ കാര്യം ഇരുന്ന് അതിന്റെ ബെനിഫിറ്റ്സും അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇന്ന് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതണം എന്ന് പറയുമ്പോൾ എഴുതുന്ന സമയത്ത് മൈൻഡിന് കറക്റ്റ് ക്ലാരിറ്റി കിട്ടും. നമുക്ക് കൃത്യമായിട്ട് ആ കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? 2 മിനിറ്റ് മൈക്രോ ആക്ഷൻസ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുക്കാം. ഏതൊരു കാര്യം നമുക്ക് ചിന്തിക്കാനുള്ള സമയം കൊടുക്കരുത്. പെട്ടെന്ന് അതിലേക്കുള്ള സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. പഠിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ അപ്പൊ പരീക്ഷ ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടാണല്ലോ, മീൻസ് അത് ചിന്തിക്കാനുള്ള ടൈം കൊടുക്കരുത്. വേഗം ബുക്ക് എടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പിൽ നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കാം. ദെൻ അതെന്ത് ചെയ്യും, നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. ഇത് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പ് ഒക്കെ എടുത്ത് നമ്മളെ ബ്രെയിനിന്റെ റെസിസ്റ്റൻസ് കുറക്കുക. അതേപോലെ ബ്രെയിനിന് ഹാർഡാണ് എന്ന് തോന്നുന്നതാണ് ഡിലേ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ബ്രെയിന് നമ്മളെപ്പോഴും സേഫ് ആയിട്ട് ഇരിക്കാനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ സേഫ് ആയിട്ടിരിക്കാൻ നമുക്ക് ഇത് ഈസി ആണ് എന്നുള്ള രൂപത്തിലേക്ക് മൈൻഡിലേക്ക് നമ്മളെ ബ്രെയിനിലേക്ക് കൊടുക്കണം. അപ്പൊ അത്തരത്തിൽ നമ്മളെ ഉള്ളിലേക്ക് പ്രോഗ്രാം കയറ്റി കൊടുക്കുക എന്നുള്ളതാണ്. മീൻസ് ഈസി ആണ് എന്നുള്ള. അപ്പൊ അതിനാണ് ഈ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ. നമ്മളൊക്കെ തുടങ്ങി കുറച്ച് ദിവസം അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ, ഇപ്പൊ ഫസ്റ്റ് 10 മിനിറ്റേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ, ഓക്കെ കുഴപ്പമില്ല. ഒരു 2-3 ദിവസം 10 മിനിറ്റ് പഠിച്ചാൽ മതി. ദെൻ എന്ത് ചെയ്യും, പിന്നെ ഒരു 4 ദിവസം 5 ദിവസം കഴിയുമ്പോഴത്തേനും അത് നമ്മൾ ഫുള്ളി ഇരുന്ന് പഠിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ ആയി മാറും. ആ ബ്രെയിനിന്റെ റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്നുള്ളതാണ്. അപ്പൊ 2 മിനിറ്റ് മൈക്രോ ആക്ഷൻസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ SSLCന്റെ റിസൾട്ട് വന്ന് ഫുൾ A+ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ പാസ് ആവുന്ന സമയത്തായിരിക്കും അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ നമുക്കൊരു എക്സാം ക്വാളിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വേണ്ടത്. നമുക്ക് ഒരു കാര്യം അല്ലെ, നമ്മളെ പാരന്റ്സ് ഇന്ന കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഇന്നത് വാങ്ങിത്തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം ചെയ്യും അല്ലെ. നമുക്കൊരു റിവാർഡ് കിട്ടുന്ന കാര്യം നമ്മൾ വേഗം ചെയ്യും. അതേപോലെ നമുക്ക് ഡെയിലി എന്ത് ചെയ്യാം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ചെയ്യുന്നതിനെ സെലിബ്രേറ്റ് ചെയ്യാം. യെസ്, ഇന്നൊരു സ്റ്റെപ്പ്. ഇപ്പോ 2 മിനിറ്റ് മൈക്രോ ആക്ഷൻ പറഞ്ഞു. നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നു ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. ഇപ്പൊ പഠിക്കാൻ വേണ്ടി വിചാരിച്ചു, ഫസ്റ്റ് യെസ് ഞാൻ ബുക്ക് തുറന്നെങ്കിലും ചെയ്തല്ലോ, ആ ബുക്ക് തുറന്നതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം. യെസ്, എന്ത് ചെയ്യാം, ഇന്ന് നല്ല കുട്ടിയായിട്ട് ബുക്കൊക്കെ തുറന്നല്ലോ, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളത്. അത് നമ്മള് അങ്ങനെ വലിയ വലിയ ഇത് കിട്ടാൻ കാത്തു നിൽക്കണ്ട. എന്തിന്, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ. ആ ലാസ്റ്റ് മൊമെന്റില് ആ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടേ സെലിബ്രേറ്റ് ചെയ്യുന്നല്ല, ചെറിയ സ്റ്റെപ്പ് എടുക്കുമ്പോഴും അതിനെ സെലിബ്രേറ്റ് ചെയ്യാം, അപ്രീഷിയേറ്റ് ചെയ്യാം. ഇപ്പോ മക്കള് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ പറഞ്ഞാണ് മക്കൾ എന്ത് ചെയ്തത്, ബുക്കൊന്നും എടുത്ത്. ഇപ്പോഴെങ്കിലും ഒന്നും എടുത്തല്ലോ എന്നായിരിക്കും പാരന്റ്സ് പറയാം. അതിന് പകരം ഇപ്പൊ ബുക്ക് എടുത്തല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട്, നല്ല കുട്ടിയായല്ലോ, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. ആ ചെറിയ സ്റ്റെപ്പിനെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. ആ എടുക്കുന്ന സമയത്ത് അതിനെ ഡീമോട്ടിവേറ്റ് ചെയ്യല്ല വേണ്ടത്. മീൻസ് അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പ്, ഓരോ ദിവസം എടുക്കുന്ന സ്റ്റെപ്പിന്. അല്ലെങ്കിൽ ഒരു പേജ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇത്രയും ഒരു പേജ് പഠിച്ചല്ലോ അല്ലെ, ഒന്നും പഠിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു പേജ് എങ്കിലും പഠിച്ചത്. ഒരു പേജ് പഠിച്ചല്ലോ, അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. ദെൻ അങ്ങനെ നമുക്ക് തന്നെ ഒരു റിവാർഡ് കിട്ടും എന്ന് തോന്നുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഇത്ര പേജ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് തന്നെ സ്പോൺസർ ചെയ്യാം.
യെസ്, ഇത്ര ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം ഒരു 10 മിനിറ്റ് കളിക്കാം. മീൻസ് അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത്ര പേജ് പഠിച്ചാൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം ഒരു റിവാർഡ് ആക്കിയിട്ട് കൊടുക്കാം. ഇപ്പൊ ചെറിയ മക്കൾക്ക് കണ്ടിട്ടുണ്ടാവും അല്ലെ, ഇന്ന ഇത് എഴുതി കഴിഞ്ഞാൽ ഇന്നത് തരാം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ ഇന്നത് തരാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചെയ്യും. മീൻസ് ബ്രെയിനിന് നമുക്ക് അങ്ങനെ തന്നെയാ. മീൻസ് ഒരു റിവാർഡ് കിട്ടും എന്ന് തോന്നുന്ന കാര്യം പെട്ടെന്ന് ചെയ്യും. അപ്പൊ നമ്മള് സെൽഫായിട്ട് എന്ത് ചെയ്യാം, പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും റിവാർഡ് കാര്യങ്ങൾ കൊടുക്കാം. മീൻസ് റിവാർഡ് കാര്യങ്ങൾ കൊടുക്കാം. അപ്പൊ നമ്മൾ സെൽഫായിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, സെൽഫ് റിവാർഡ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ ഒരു ചെറിയൊരു 50 പൈസന്റെ ആണെങ്കിൽ ഒരു മിഠായി, യെസ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. മീൻസ് ഡ്രോയിങ്, പെയിന്റിങ്, അല്ലെങ്കിൽ പാട്ടൊക്കെ പാടാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. മീൻസ് അങ്ങനെ എന്തെങ്കിലും റിവാർഡ് നമുക്ക് തന്നെ കൊടുക്കാം. മീൻസ് 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇന്ന ചോക്ലേറ്റ് തരാം. മീൻസ് നമ്മൾ നമുക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. ആ റിവാർഡ് കിട്ടുന്നത് പ്രതീക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആ റിവാർഡ് കിട്ടുന്ന സമയത്ത് നമുക്കത് ബ്രെയിൻ അതൊരു ഈസി പ്രോസസ് ആക്കിയിട്ട് മാറ്റി തരും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ളത് ഒരിക്കലും മടിയല്ല. മടി എന്ന് പറയുന്നത് നമ്മൾ അത് ഒരിക്കലും ചെയ്യൂല. മടിയുള്ള കാര്യം തന്നെ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. ഇതിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കുന്ന ഇത് ബ്രെയിനിന്റെ അല്ലെ, ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ആണ് ഇവിടെ. ആ ബ്രെയിനിന് ഒരു ട്രെയിനിങ് കിട്ടിയതാണ് അത് അങ്ങനെയെന്നുള്ളത്. അപ്പൊ ബ്രെയിൻ എപ്പോഴും നമ്മളെ ഇമോഷണലി സേഫ് ആക്കാനാ നോക്കുക. ആ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് കാരണമാണ് നമ്മൾ എപ്പോഴും ഈസി ആയിട്ടുള്ളത് എന്താ, നമുക്ക് സന്തോഷം തരുന്നത് എന്താ, അത് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും. അപ്പൊ ഈ ഒരു അവയർനെസ് ഉണ്ടാവുമ്പോ തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എക്സാം ആണ്, ഇന്ന് തന്നെ പഠിക്കണം, പഠിച്ചു തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു. ആ സമയത്ത് ബുക്ക് എടുക്കാൻ പോകുമ്പോൾ തന്നെ ബുക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് ഫോണ് കാണുന്നു, ഫോണിലേക്ക് പോകുന്ന സമയത്ത് ഓൺ ദി സ്പോട്ടിൽ നമുക്ക് എന്ത് വരണം, ഈ തോട്ട് വരണം, ഇത് എന്റെ ബ്രെയിനിന്റെ കളിയാണ്, എന്നെ സേഫ് ആക്കി ഇരുത്താൻ വേണ്ടി, മീൻസ് എന്റെ ഇമോഷനെ സേഫ് ആക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ബ്രെയിന് എനിക്ക് തരുന്ന ഒരു പണിയാണ് ഈ ഫോൺ എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കുന്നില്ല. മീൻസ് അതാ പറഞ്ഞ, ഈ ഒരു അവയർനെസ് ഉണ്ടാവുമ്പോ തന്നെ നമ്മൾ ആ പ്രോബ്ലം നമ്മളിൽ മാറി കിട്ടുന്നുള്ള. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വെറുതെ കേട്ടതുകൊണ്ട് കാര്യമില്ല. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ലൈഫിൽ അത് വർക്ക് ചെയ്തിട്ട് നന്നായിട്ട് ഇരുന്ന് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് കാര്യങ്ങൾ പറയാം. എത്രത്തോളം എക്സാം കാര്യങ്ങൾക്കൊക്കെ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ എന്തൊരു കാര്യം നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ ചെയ്യുന്ന സമയത്ത്, എക്സാമിന്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ വീട്ടിലത്തെ ജോലികളുടെ കാര്യങ്ങൾ ഉണ്ടാവും, പാരന്റ്സിന് നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്താ ഉള്ളത്, അതേപോലെ തന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താന്നുള്ളത് നമ്മൾ നോക്കിയാൽ അതിനുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ നോക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് നമ്മൾ കാര്യങ്ങൾ, മീൻസ് ഇതിലൊരു അവയർനെസ് ഉണ്ടാവുമ്പോ തന്നെ ഈ പ്രോബ്ലം നമുക്ക് ഒരുപാട് മാറ്റം കിട്ടും. ഈ അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്. ഇതിലൊരു ബോധം വരിക. അപ്പൊ ഇത് പാരന്റ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാം. ഈ ഒരു അവയർനെസ് ഉണ്ടാവുമ്പോ തന്നെ ഒരുവിധം പ്രോബ്ലം മാറും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കാര്യം മാറ്റി വെക്കണം, ഇപ്പൊ ചെയ്യണ്ടെന്ന് തോന്നുന്ന സമയത്ത് ഓൺ ദ സ്പോട്ടിൽ നമ്മളെ എന്ത് ചെയ്യും, മൈൻഡിൽ തോട്ട് വരണം, ഇതിന്റെ ബ്രെയിൻ എന്നെ സേഫ് ആക്കി നിർത്തുന്നതാണ്. മീൻസ് ഇതെന്താണ്, എന്റെ ഡെയിലി ലൈഫിന് നല്ല കാര്യമില്ല, മീൻസ് അല്ലെങ്കിൽ എന്റെ സക്സസിലേക്ക്, എന്റെ ഗ്രോത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ന കാര്യം നേടിയെടുക്കാൻ എനിക്ക് ഇത് ബെനിഫിറ്റ് ഉള്ള കാര്യമല്ല ഈ മാറ്റി വെക്കുന്നത്. അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് ഈ സ്ട്രെസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതെന്റെ ഹെൽത്തിനെയും ബോഡീനെയും മൈൻഡിനെയും എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട് എന്നുള്ള, ബോഡീനെയും മൈൻഡിനെ മാത്രമല്ല നമ്മളെ ചുറ്റുമുള്ള ആളുകളെയും ബാധിക്കുന്നുണ്ടാവും. ഇത് പിന്നീട് ആ സമയം മാത്രമല്ല, പിന്നീട് ഇതെന്ത് ചെയ്യും, പല കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്, പല പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം സ്ട്രെസ്ഡ് ആയിട്ട് ഇപ്പൊ എന്തായാലും എക്സാമിന്റെ തലേന്ന് നമ്മൾ ചെയ്ത് തീർക്കുമല്ലോ എന്നുള്ളതായിരിക്കും പലർക്കും ഉള്ളത്, അല്ലെങ്കിൽ എന്തായാലും ലാസ്റ്റ് മൊമെന്റ് അത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കല്ലോ എന്നുള്ളതായിരിക്കും. പക്ഷെ ഒരു കാര്യം സ്ട്രെസ്ഡ് ആയിട്ട് ചെയ്യുമ്പോഴും അത് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മളെ ഒരു ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നതും തമ്മിൽ എന്തുണ്ട്, നല്ല മാറ്റമുണ്ട്. മീൻസ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ, ആ പ്രൊക്രാസ്റ്റിനേഷൻ കാര്യങ്ങൾ ഇത് അവെയർ ആവാം. ഫസ്റ്റ് തിങ്, ഇന്ന കാര്യം ഇന്ന കാര്യങ്ങളാണ് ഞാൻ മാറ്റി വെക്കുന്നത്, ഇത് ഈ ഒരു സ്വഭാവം അത്ര നല്ലതല്ല, ഇതിൽ നിന്ന് മാറ്റം വരുത്താൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ബോധം, ഒരു അവയർനെസ് കൊണ്ടുവരാ. ദെൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം.
ഇതിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതിൽ ഒരു കാര്യമെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് മീൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ദെൻ റിസൾട്ട് കാര്യങ്ങൾ നിങ്ങൾ പറയാന്നുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ ഒരു കാര്യം റിമൈൻഡ് ചെയ്യാനുള്ളത്, പാരന്റ്സ് ആണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, സ്റ്റുഡൻസിന് കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. മീൻസ് സ്റ്റുഡൻസ് ആണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ പാരന്റ്സിനും ഇത് പറഞ്ഞു കൊടുക്കാം, മീൻസ് ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ളത്. മീൻസ് മറ്റേ നമ്മളിങ്ങനെ മക്കളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ആ കുറ്റപ്പെടുത്തുന്നത് അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ ഒരു കാര്യത്തിൽ നിന്നും മോചനം ലഭിക്കാൻ അവരെ പ്രേരിപ്പിക്കും. മീൻസ് ആ ഒരു ഇത് കിട്ടൂല, മീൻസ് അവർ ആ ഒരു സ്വഭാവം തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നല്ലാതെ അതിൽ നിന്നൊരു മാറ്റം വരില്ല, അവരെ എത്രത്തോളം കുറ്റപ്പെടുത്തുന്നോ അതിനനുസരിച്ചിട്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ദെൻ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കൂടാം. ദെൻ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് റിഗാർഡിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യാം.